ഗ്രീൻ മീഡിയസിലേക്ക് സ്വാഗതം. എമ്പുരാനും ലോകയും എല്ലാം ഇവിടെ കടപുഴകി വീണിരിക്കുകയാണ് വാഴ 2വിൻ്റെ മുന്നിൽ. 8ാം ദിനത്തെ കളക്ഷൻ പുതിയ റെക്കോർഡും തീർത്ത് മലയാള ഫിലിം ഇൻഡസ്ട്രിയിലെ പുതിയ റെക്കോർഡിട്ട് തീർത്ത് പുതിയ തരംഗമായി മാറുന്നു വാഴ എന്ന് തന്നെ പറയാം. ഇന്ന് ഏപ്രിൽ 9-ാം തീയതി വൈകുന്നേരം 5 മണി വരെയുള്ള കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ സിനിമയ്ക്ക് 2282 ഷോകളാണ് ട്രാക്ക് ചെയ്തിരിക്കുന്നത്. അതിൽ തന്നെ 4,69,000 മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയതായിട്ടാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അതും ഓവറോൾ ഓക്യുപ്പൻസി ആയിട്ട് 77% തിയേറ്ററിൽ കാണിക്കുന്നത്. ഇന്ന് ഇലക്ഷൻ ദിനത്തിൽ നമ്മൾ പ്രതീക്ഷിച്ചതാണ് വലിയ രീതിയിലുള്ള കളക്ഷൻ ഉണ്ടാകുമെന്നുള്ളത്. അത് കറക്റ്റാക്കിക്കൊണ്ട് തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. 7,46,00,000 രൂപയാണ് സിനിമയ്ക്ക് വൈകുന്നേരം 5 മണി വരെയുള്ള കളക്ഷനിൽ വന്നിരിക്കുന്നത്. ഇതിനോടകം തന്നെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 52 കോടിയും കടന്ന് 53 കോടി ട്രാക്കിങ്ങിലൂടെ തന്നെ കടന്നിരിക്കുകയാണ് ഈ ഒരു ചിത്രം. ഇനി ലോക ഈ പറഞ്ഞ പോലെ ഇൻഡസ്ട്രി ഹിറ്റായ ചിത്രമാണ്. ആ ഒരു സിനിമയുടെ 8ാം ദിനത്തെ കളക്ഷനിലേക്ക് നമുക്ക് നോക്കാം. 8ാം ദിനം സിനിമ ഒരു വ്യാഴാഴ്ചയായിരുന്നു. 2008 ഷോകളിൽ നിന്ന് സിനിമയ്ക്ക് 3,70,000 ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 5,97,00,000 രൂപയാണ് സെയിം ട്രാക്കർ തന്നെ പുറത്തുവിട്ടത്. ഇനി എമ്പുരാൻ്റെ കണക്കിലേക്ക് പോവുകയാണെങ്കിൽ 8ാം ദിനം ഒരു വ്യാഴാഴ്ചയായിരുന്നു. അന്ന് 2,105 ഷോകളിൽ നിന്ന് സിനിമയ്ക്ക് 1,80,000 ടിക്കറ്റുകൾ അത്രയും ടിക്കറ്റുകൾ മാത്രമാണ് വിറ്റുപോയത്. അതിൽ 3.05 കോടിയാണ് നേടിയത്. തുടരുമെന്ന മറ്റൊരു ഇൻഡസ്ട്രി ഹിറ്റായ മോഹൻലാലിൻ്റെ ചിത്രം ഡേ 8 വെള്ളിയാഴ്ച, അത് ഒരു വലിയ മികച്ച ദിനമാണ് വെള്ളിയാഴ്ച എന്നുള്ളത്. അന്ന് 1,724 ഷോകളിൽ നിന്ന് സിനിമയ്ക്ക് ലഭിച്ചത് 5,19,00,000 രൂപയോളം, 3,25,000 പേരാണ് ടിക്കറ്റ് എടുത്തത്. ഇനി പ്രേമലു, നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരമായ ചിത്രം 749 ഷോകളിൽ നിന്ന് 8ാം ദിനം വ്യാഴാഴ്ച 1,00,000 താഴെ ടിക്കറ്റുകൾ വിറ്റുപോവുകയും 1,41,00,000 രൂപയുമാണ് നേടിയത്. അപ്പോൾ ഇവിടെ വാഴ നിൽക്കുന്ന പൊസിഷൻ നമുക്ക് ഒന്ന് കണ്ടാലറിയാം. കേരള ബോക്സ് ഓഫീസിൽ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ് വാഴ. വാഴയുടെ ഗംഭീര വിജയം നമ്മൾ ആഘോഷിക്കാം.